മക്കളെ, പ്ലസ് വൺകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്ലസ് വൺകാർ ഓണം എക്സാം സീരിയസ് ആയിട്ട് കാണേണ്ടതുണ്ടോ എന്നത്. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒഫീഷ്യലി ഒരു ടൈം ടേബിൾ ഒന്നും ഗവൺമെന്റിൽ നിന്ന് വന്നിട്ടില്ല. പല സ്കൂളുകളിലും ഗവൺമെന്റിന്റെ സ്കീം അനുസരിച്ചുള്ള 3 ചാപ്റ്റേഴ്സ് ഒന്നും കംപ്ലീറ്റ് ആക്കിയിട്ടുമില്ല. പ്ലസ് ടുക്കാർക്കും അതുവരെ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒഫീഷ്യലി ടൈം ടേബിൾ വന്ന് സ്റ്റഡി ലീവ് കാര്യങ്ങളെല്ലാം ഉണ്ട്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചില സ്കൂളുകളിൽ ഓണം കഴിഞ്ഞിട്ടാണ് ഓണം എക്സാം നടക്കുന്നത്. അഡ്മിഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ക്ലാസ് തുടങ്ങിയിട്ട് ഒരു 1.5 മാസത്തോളമായിട്ടുള്ളൂ. അപ്പം പൊതുവേ ഉള്ളൊരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ നമ്മൾ വിചാരിക്കും പ്ലസ് വൺ ഓണം എക്സാം അത്ര സീരിയസ് ആയിട്ട് കാണേണ്ടതൊന്നുമില്ല, സ്കൂളുകാർ നടത്തുന്ന ഒരു എക്സാം ആ രീതിയിൽ കണ്ടാൽ മതി. പക്ഷേ പ്ലസ് വൺ ഓണം എക്സാം നിങ്ങൾ സീരിയസ് ആയിട്ട് കാണേണ്ടതുണ്ട്. എന്തുകൊണ്ട്? കാരണം നമ്മൾ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ എടുത്ത് നോക്കുമ്പോൾ പാസ് പെർസെൻറ്റേജ് 77 ആണ്. നിങ്ങൾ മനസ്സിലാക്കണം, ആ കുട്ടികളും SSLCയിലെ 98-99% പാസ് പെർസെൻറ്റേജ് ഉണ്ടായിരുന്ന കുട്ടികളാണ്. പക്ഷെ പ്ലസ് ടുവിലെത്തിയപ്പോൾ 77 ആയിട്ട് കുറഞ്ഞു. ഫുൾ മാർക്ക് കിട്ടിയ കുട്ടികളുടെ എണ്ണം 41 മാത്രമാണ്. അപ്പോൾ എവിടെയാണ് ഈ പാളിച്ച വരുന്നത്? പ്ലസ് ടുവിൽ ഈ പറയുന്ന കുട്ടികളെല്ലാം പാസ്സായിട്ടുണ്ട്, പക്ഷെ ഇവർക്ക് മാർക്ക് കുറഞ്ഞത് പ്ലസ് വണ്ണിലാണ്. പല കുട്ടികൾക്കും അറിയാത്തൊരു യാഥാർത്ഥ്യം, പ്ലസ് വണ്ണിലെ മാർക്കും പ്ലസ് ടുവിലെ മാർക്കും ഒരുമിച്ച് ആഡ് ചെയ്തിട്ടാണ് പ്ലസ് ടു റിസൾട്ട് വരുന്നത് എന്നുള്ള കാര്യം. പല കുട്ടികൾ വിചാരിക്കുന്ന പ്ലസ് ടു ലാസ്റ്റ് എക്സാം മാത്രം പഠിച്ചെഴുതിയാൽ മതി, നിങ്ങൾ രക്ഷപ്പെടും, അല്ലെങ്കിൽ നിങ്ങൾ പാസ്സാകും, നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാർക്ക് കിട്ടും. പക്ഷെ പ്ലസ് വണ്ണിൽ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ലെവലിലോട്ട് പ്ലസ് ടുവിൽ നിങ്ങൾക്ക് എത്താൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പ്ലസ് വൺ ഫൈനൽ എക്സാം പഠിച്ചാൽ പോലും. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, പ്ലസ് വൺ ഫൈനൽ എക്സാമിന് തന്നെ ഓരോ സബ്ജക്റ്റിനും 12ഓളം ചാപ്റ്റേഴ്സ് ഉണ്ട്. 10ാം ക്ലാസ് പോലെ അത്ര ഈസി ആയിട്ടൊരു കാര്യമല്ല. 10ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചതിൻ്റെ ഒരു ഡബിൾ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ പ്ലസ് വണ്ണിൽ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഈ പ്ലസ് വണ്ണിലെ ബേസിക്സ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് പ്ലസ് ടു നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. കാരണം പ്ലസ് വണ്ണിൽ നമ്മൾ പഠിക്കുന്ന ഒരു ബേസിക്സ് ആണ്. ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് എന്ത് ചെയ്യുന്നത് പ്ലസ് ടുവിലോട്ട് വരുന്നത്. അപ്പം പ്ലസ് വണ്ണിലെ ഈ ഓണം എക്സാം എന്ന് പറയുമ്പം എല്ലാ സബ്ജക്റ്റിൻ്റെയും ആദ്യത്തെ 3 ചാപ്റ്റേഴ്സിലാണ് വരാൻ പോകുന്നത്. ഈ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സിലാണ് കൊമേഴ്സുകാരെ സംബന്ധിച്ചിടത്തോളം എടുത്തു പറയുകയാണെങ്കിൽ അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, ഇക്കണോമിക്സ്, ഇതൊന്നും നിങ്ങൾ ഇതുവരെ പഠിച്ച സബ്ജക്റ്റ് അല്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം പുതിയ സബ്ജക്റ്റാണ്. അപ്പോൾ ഈ പുതിയ സബ്ജക്റ്റ് ബേസിക്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിന് മുകളിലോട്ട് നമുക്ക് ആഡ് ഓൺ ചെയ്യാൻ നല്ല ഡിഫിക്കൽട്ടാണ്. അപ്പം ഈ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സിലാണ് ഈ സബ്ജക്റ്റിൻ്റെയൊക്കെ ഒരു ബേസിക്സ് കിടക്കുന്നത്. അപ്പം ഇത് കൃത്യമായിട്ട് പഠിച്ച ഓണം എക്സാം വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ പ്ലസ് വൺ നിങ്ങൾക്ക് മുഴുവനായി പഠിച്ച് വൃത്തിയായിട്ട് ഫൈനൽ എക്സാം എഴുതാൻ പറ്റൂ. ഇത് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് പ്ലസ് വൺ ഫൈനൽ എക്സാം വൃത്തിയായിട്ട് എഴുതാൻ സാധിക്കില്ല. പ്ലസ് വൺ നന്നായി എഴുതിയില്ല എന്നുണ്ടെങ്കിൽ പറ്റുന്ന അബദ്ധം എന്താണ്? പ്ലസ് ടുവിൽ നിങ്ങളുടെ മാർക്കിനെ അത് ബാധിക്കും. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, അല്ലെങ്കിൽ പല കുട്ടികൾക്കും അറിയാത്ത കാര്യമുണ്ട്, പ്ലസ് വണ്ണിലെ പ്ലസ് ടുവിലെ മാർക്ക് ആഡ് ചെയ്തിട്ട് മാത്രമാണ് പ്ലസ് ടു റിസൾട്ട് വരുന്നത്. അപ്പം അതുകൊണ്ട് മിസ് പറയുന്നത് സ്കൂളുകളിലായിരിക്കാം എക്സാം നടത്തുന്നത്. അപ്പോൾ സ്കൂളുകളിലെ ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻ ഇടുമ്പോൾ അവർ കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ഇടാനാണ് സാധ്യത. അവർ കുറച്ചൊരു ആപ്ലിക്കേഷൻ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഇടാനാണ് സാധ്യത. കാരണം അവർക്കറിയാം നിങ്ങളുടെ ലെവൽ എത്രമാത്രമാണ്, നിങ്ങൾ എത്ര പഠിപ്പിച്ചിട്ടുണ്ടെന്ന് വ്യക്തമായിട്ട് അവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഓണം എക്സാം നിങ്ങൾ സീരിയസ് ആയിട്ട് തന്നെ കാണണം. ഈ ഒരു ചാപ്റ്റേഴ്സ് ഇപ്പോൾ തന്നെ പഠിച്ച് തീർക്കുകയാണ് എന്നുണ്ടെങ്കിൽ പ്ലസ് വൺ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓർക്കുക, പ്ലസ് വൺ ഓണം എക്സാമിന് മാർക്ക് വാങ്ങുക എന്നൊരു കാര്യം മാത്രമല്ല നമ്മുടെ ലക്ഷ്യം, പ്ലസ് ടുവിൽ നല്ല മാർക്ക് വാങ്ങുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ പ്രീവിയസ് ഇയറിലെ പാസ് പെർസെൻറ്റേജ് മാർക്ക് ജസ്റ്റ് 77 മാത്രമാണ്. അപ്പം നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, 10ാം ക്ലാസ് ഇത്ര നല്ല മാർക്കോടുകൂടി വന്നിട്ട് പ്ലസ് വൺ പ്ലസ് ടു ഉഴപ്പിക്കളയുന്നു. അപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന ഓണം എക്സാം എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയിട്ട് കണ്ട് ബേസിക്സ് പഠിക്കേണ്ട ഒരു സമയം. അപ്പോൾ ഇനിയും നമുക്ക് പഠിക്കാനുള്ള സമയമുണ്ട്. പിന്നെയുള്ള ദിവസങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. ഇന്നെന്തായാലും സൈലത്തിൻ്റെ ലോഞ്ച് ഉണ്ട്. സൈലത്തിൻ്റെ ലോഞ്ചിൽ പ്ലസ് വണ്ണ് നമ്മൾ ഏത് രീതിയിലാണ് ക്ലാസ്സുകൾ പോകുന്നത്, ഓരോ ദിവസം ഏത് സബ്ജക്റ്റിൻ്റെ മാരത്തോൺ ആണ് എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തരും. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ലോഞ്ച് അറ്റൻഡ് ചെയ്യുക. നമ്മുടെ ടൈം ടേബിൾ, നമ്മൾ എന്തായാലും ഓണം എക്സാം വളരെ സീരിയസ് ആയിട്ട് കണ്ട് ടൈം ടേബിൾ സെറ്റ് ചെയ്ത മാരത്തോൺ നിങ്ങൾക്ക് ഈവനിങ്ങും അതുപോലെ രാവിലെ മോർണിംഗ് ബൂസ്റ്റും എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൈലം എന്തായാലും സീരിയസ് ആയി കാണാൻ തീരുമാനിച്ചു. നിങ്ങൾ നമ്മളോടൊപ്പം നിൽക്കുക. നമുക്ക് ഒരുമിച്ച് ഓണം എക്സാം നല്ല രീതിയിൽ സെറ്റാക്കാം.